പ്രതിപക്ഷ നിര ശക്തമാക്കി രാജ്യതലസ്ഥാനത്ത് കർഷക മാർച്ച്. കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ അണിനിരക്കുന്നത് പതിനായിരങ്ങളാണ്. മോദി രാജ്യത്തെ പോക്കറ്റടിക്കുന്നുവെന്ന് യെച്ചൂരി പറഞ്ഞു. മോദി ദുര്യോധനനും അമിത്ഷാ ദുശ്വാസനനുമാണെന്നും യെച്ചൂരി പ്രതികരിച്ചു. वही पॉकेट मार जिसने पहले मार लिया था, पॉकेट बटुआ चोरी कर लिया था, वो अब सामने आके कह रहा कि भाई ये लो 2 रुपए आपके टिकट के लिए और ये हम दे रहे हैं। और वही पॉकेट मार है आपके आज के प्रधानमंत्री हमारे। जैसे चुनाव नजदीक आएंगे बोलेंगे नए वादे करेंगे आपके सामने, लेकिन याद रखिए पिछले 5 साल जिस तरीके से लूटा आपको, इसको याद रखिए। वही पॉकेट मार की कहानी है। पहले हमें लूटो, बाद में चुनाव से पहले नए वादे दो ताकि हमारे वोट खरीदने के लिए। अब ये काम नहीं होगा। ये संकल्प आपको लेना होगा। यहाँ पे इस किसान विरोधी और जन विरोधी सरकार को पहले हटाओ, भारत को बचाओ। ऐसा सरकार ले आओ, वैकल्पिक सरकार जो जनहित में नीतियां बदलेगी, एक बेहतर भारत का निर्माण करेगी. സന്തോഷ് സർലിംഗ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് രാജ്യം ബാക്കി വെക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിന് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക? ആനന്ദ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പൊതു തെരഞ്ഞെടുപ്പിന് ആയിക്കൂടി ഒരു 3 മാസമേ ഉള്ളൂ. അപ്പോഴാണ് ഡൽഹിയിൽ വലിയൊരു പ്രതിപക്ഷ ഐക്യനിര കർഷക പ്രക്ഷോഭത്തിനായി അണിചേർന്നിരിക്കുന്നത്. 2 ലക്ഷത്തോളം കർഷകർ ഇന്ന് രാവിലെ രാംലീല മൈതാനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പാർലമെന്റ് സ്ട്രീറ്റിൽ ഡൽഹി പോലീസ് തടഞ്ഞു. അതിനുശേഷം വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളാണ് കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സീതാറാം യെച്ചൂരി സംസാരിച്ചത് നാം കണ്ടു. അതിനുശേഷം രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്തു. അംബാനിക്കും അദാനിക്കും ലക്ഷങ്ങൾ കൊടുക്കുന്ന, കോടികൾ കൊടുക്കുന്ന നരേന്ദ്രമോദിയോട് യാചിക്കാനല്ല കർഷകർ എത്തിയിരിക്കുന്നത്, അവർക്ക് അവകാശപ്പെട്ടത് നൽകണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയും കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. കർഷകർക്ക് വേണ്ടി നരേന്ദ്രമോദി നുണ പറയുകയാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത്. കഴിഞ്ഞ സുപ്രീം കോടതിയിലൊക്കെ അഫിഡവിറ്റ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടുമായി കൊടുത്തതൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നു. കർഷകർ പ്രധാനമായും ആവശ്യപ്പെട്ടത് പാർലമെന്റ് മാർച്ച് 1 ദിവസമെങ്കിലും കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേരണം എന്നാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ശീതകാല സമ്മേളനത്തിൽ കാർഷിക പ്രശ്നങ്ങൾ എന്തായാലും പ്രതിപക്ഷ നിര ഒന്നടങ്കം പാർലമെന്റിൽ ഉയർത്തും എന്ന് ഉറപ്പ്. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച മാർച്ച് 4 മണിയോടുകൂടി സമാപിക്കുകയാണ് ചെയ്തത്. 210 സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരും മാർച്ചിൽ അണിനിരക്കുകയും ചെയ്തു. ശരി, വ്യക്തമാണ്. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം. 21 വാർഡുകളിൽ LDF വിജയിച്ചപ്പോൾ 11 വിജയിക്കാനേ UDFന് കഴിഞ്ഞുള്ളൂ. BJPക്ക് നേടാനായത് കേവലം 2 സീറ്റ് മാത്രം. UDFൽ നിന്ന് BJPയിൽ നിന്നുമായി 7 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തകർപ്പൻ വിജയം. 39ൽ 21 വാർഡുകളിൽ LDF വിജയിച്ചു. 7 വാർഡുകൾ UDFൽ നിന്നും BJPയിൽ നിന്നും കൂടി പിടിച്ചെടുത്തു. തൃശൂർ, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലെല്ലാം LDF വിജയിച്ചു. UDF 11 സീറ്റുകളിലാണ് വിജയിച്ചത്. BJPയും SDPയും 2 വീതം സീറ്റുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരും വിജയിച്ചു. തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 ഇടങ്ങളിലും LDF വെന്നിക്കൊടി പാറിച്ചു. പറപ്പൂക്കര, പള്ളം വാർഡ് BJPയിൽ നിന്നും പിടിച്ചെടുത്തു. എറണാകുളം ജില്ലയിലെ 5 ഇടങ്ങളിലും LDF വിജയം കൈവരിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭ 49ാം ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. LDFന് ഇവിടെ 843 വോട്ടും UDFന് 393 വോട്ടുമാണ് ലഭിച്ചത്. പത്തനംതിട്ട നഗരസഭ 10ാം വാർഡിൽ BJPക്ക് 12 വോട്ടാണ് ലഭിച്ചത്. പന്തളത്താവട്ടെ 7 വോട്ടും. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പലേരി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. 1192 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ LDFന് ലഭിച്ചത്. BJPക്കാവട്ടെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 500 വോട്ടിന്റെ കുറവും ഉണ്ടായി. ആലപ്പുഴയിൽ UDFന്റെ 2 സീറ്റുകൾ BJP പിടിച്ചെടുത്തു. കാവാലം, തകഴി പഞ്ചായത്തുകളിലാണ് UDFന് തിരിച്ചടി നേരിട്ടത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന 12 ഉപതെരഞ്ഞെടുപ്പുകളിലും LDF വിജയം ആവർത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച മികച്ച വിജയം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള അംഗീകാരം കൂടിയായി. ശബരിമല വിഷയം ഉയർത്തി UDFും BJPയും സർക്കാരിനും LDFനുമെതിരെ സംഘടിപ്പിച്ച പ്രചരണങ്ങൾ വോട്ടർമാർ തള്ളിക്കളഞ്ഞുവെന്ന് വ്യക്തമാകുന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം.
തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തകർപ്പൻ വിജയം. 39-ൽ 21 വാർഡുകളിൽ LDF വിജയിച്ചു. 7 വാർഡുകൾ UDFൽ നിന്നും BJPയിൽ നിന്നും കൂടി പിടിച്ചെടുത്തു. തൃശൂർ, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലെല്ലാം LDF വിജയിച്ചു. UDF 11 സീറ്റുകളിലാണ് വിജയിച്ചത്. BJPയും SDPയും 2 വീതം സീറ്റുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരും വിജയിച്ചു. തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 ഇടങ്ങളിലും LDF വെന്നിക്കൊടി പാറിച്ചു. പറപ്പൂക്കര, പള്ളം വാർഡ് BJPയിൽ നിന്നും പിടിച്ചെടുത്തു. എറണാകുളം ജില്ലയിലെ 5 ഇടങ്ങളിലും LDF വിജയം കൈവരിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭ 49ാം ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. LDFന് ഇവിടെ 843 വോട്ടും UDFന് 393 വോട്ടുമാണ് ലഭിച്ചത്. പത്തനംതിട്ട നഗരസഭ 10ാം വാർഡിൽ BJPക്ക് 12 വോട്ടാണ് ലഭിച്ചത്. പന്തളത്താവട്ടെ 7 വോട്ടും. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പലേരി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. 1192 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ LDFന് ലഭിച്ചത്. BJPക്കാവട്ടെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 500 വോട്ടിന്റെ കുറവും ഉണ്ടായി. ആലപ്പുഴയിൽ UDFന്റെ 2 സീറ്റുകൾ BJP പിടിച്ചെടുത്തു. കാവാലം, തകഴി പഞ്ചായത്തുകളിലാണ് UDFന് തിരിച്ചടി നേരിട്ടത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന 12 ഉപതെരഞ്ഞെടുപ്പുകളിലും LDF വിജയം ആവർത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 സീറ്റിലും LDFന് ഉജ്ജ്വല ജയം. കേരള ജനത BJPക്കെതിരാണ് എന്ന് തെളിയിക്കുന്നതായി തൃശൂർ ജില്ലയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. BJPയുടെ സിറ്റിംഗ് സീറ്റായ ഇവിടെ LDF സ്ഥാനാർത്ഥി PJ സിബി വിജയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം BJP വിജയിച്ച പള്ളം വാർഡാണ് LDF പിടിച്ചെടുത്തത്. ശബരിമല വിഷയത്തിൽ BJP നടത്തുന്ന വർഗീയ അഴിഞ്ഞാട്ടത്തിനുള്ള മറുപടി കൂടിയായി ഈ വിജയം മാറി. ശബരിമല അക്രമങ്ങളിലെല്ലാം സംഘപരിവാറിന് ഒത്താശ പാടുന്ന കോൺഗ്രസ് ഇവിടെ ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJPയുടെ കുത്തക സീറ്റായ പള്ളം പിടിച്ചെടുത്തതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല വിഷയം മുതലെടുത്ത് BJP കളിച്ച രാഷ്ട്രീയ നാടകം കേരളത്തിലെ പ്രബുദ്ധ ജനത തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PJ സിബി 161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വോട്ട് ഒരുപാട് വർദ്ധിച്ചു. 179 വോട്ടാണ് 2015 തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ 571 വോട്ടായിട്ട് ആ വോട്ട് വർദ്ധിച്ചു. ഇരിങ്ങാലക്കുട 2ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KM കൃഷ്ണകുമാർ വിജയിച്ചു. 85 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. കടവല്ലൂർ 5ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KV രാജൻ വിജയിച്ചു. 149 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 343 വോട്ടുകൾക്ക് LDF വിജയിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 121 വോട്ടുകൾക്ക് LDF വിജയിച്ചു. ശബരിമല വിഷയത്തിൽ വർഗീയതയ്ക്കും അക്രമങ്ങൾക്കുമായി തൃശൂർ ജില്ലയിൽ അഴിഞ്ഞാടിയ BJP ജനമനസ്സുകളിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി തൃശൂർ ജില്ലയിലെ ജനവിധി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സുഗമമായ പ്രവർത്തനത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പ്രതികരിച്ചു. കേരള ഗവൺമെന്റ് നയങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി കൂടുതൽ ജനപിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരുന്നവർ അവസാനിപ്പിച്ചു, ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. മറ്റേവരിപ്പോൾ സമരം അന്വേഷിച്ച് നടക്കുകയാണ്. ആര്? UDFകാർ. ഒരു നിയന്ത്രണങ്ങളുമില്ല. നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായും നല്ലതുപോലെ നിങ്ങൾക്ക് പരിപാടികളിൽ പങ്കെടുത്ത് റിപ്പോർട്ടുകൾ എഴുതി സന്ദേശങ്ങൾ നിങ്ങളെ മാധ്യമരംഗങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. നിങ്ങൾക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. ശബരിമല വിഷയത്തിൽ BJP കേരള ഘടകത്തിൽ പൊട്ടിത്തെറി. ശബരിമലയിൽ സമരം നിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി V മുരളീധരൻ MP. സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാഭിമാനമുള്ള ഒരു BJP പ്രവർത്തകനും സമ്മതിക്കില്ലെന്ന് V മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ആനന്ദ്, BJPയുടെ സംസ്ഥാന നേതൃയോഗം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേതാക്കന്മാരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. V മുരളീധരന്റെ വിമർശനത്തെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു യോഗം ഇന്ന് ഇവിടെ കോഴിക്കോട് വിളിച്ചു ചേർത്തിരിക്കുന്നത്.
സമരം നിർത്തി, പ്രത്യേകിച്ച് ശബരിമലയിൽ സമരം നിർത്തിയതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ബിജെപിയിൽ ഉടലെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യോഗം നടക്കുന്നത്. യോഗം പ്രധാനമായും വിളിച്ചു ചേർത്തത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിലും ഈ ശ്രീധരൻപിള്ളയുടെ നിലപാട് മാറ്റവും ഒപ്പം ഈ സമരവും ഏകപക്ഷീയമായി അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളുമായി ഒന്നും ആലോചിക്കാതെ പിൻവലിക്കുക, ശബരിമലയിൽ നിന്നും പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വിഷയവുമെല്ലാം വി മുരളീധരൻ പക്ഷേ ശക്തമായി തന്നെ യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംബന്ധിച്ച് ബിജെപിയിൽ ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീധരൻപിള്ളയുടെ നിലപാടില്ലായ്മ, ഒപ്പം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, ഈ നിലപാടുകൾക്ക് ഈ ഇരു വിഭാഗങ്ങളുടെയും നിലപാടുകളുമായി പൊരുത്തപ്പെടാതെ നിൽക്കുന്ന RSSന്റെ നിലപാട്, ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ലതീഷ്, ഏതായാലും വരുന്ന മണിക്കൂറുകൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഓഖി ഫണ്ട് വകമാറ്റി എന്നത് വ്യാജ പ്രചരണമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ വാക്ക് പാലിച്ചു. ഓഖി ദുരിതാശ്വാസത്തിന് കേന്ദ്രം വാഗ്ദാനം നൽകിയ മുഴുവൻ തുകയും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദുരന്തങ്ങൾ സംബന്ധിച്ച ഉന്നതതല സമിതി യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് കേരളത്തിൽ സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് കേരളത്തിനുള്ള സഹായത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ടത് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതിയാണ്. 4800 കോടി രൂപ ആവശ്യപ്പെട്ട കേരളത്തിന് ഈ 2500 കോടി രൂപ കൂടി ലഭിച്ചാൽ 3100 കോടി രൂപ ആവുകയുള്ളൂ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന പ്രളയം. എന്നാൽ കേരള പുനർനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരു പരിഗണനയും കേരളത്തിന് ലഭിച്ചിരുന്നില്ല. 26,718 കോടി രൂപയുടെ നാശനഷ്ടമാണ് പ്രളയത്തിലുണ്ടായത്. പുനർനിർമ്മാണത്തിനായി 31,000 കോടി രൂപയും വേണം. എന്നാൽ ആദ്യം നൽകിയ 600 കോടിയിൽ 290.74 കോടി രൂപ അരിക്കും മണ്ണെണ്ണയ്ക്കും ഹെലികോപ്റ്ററിനുമായി തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. വിമാനം എത്തിയതിന് മാത്രമായി ആവശ്യപ്പെട്ടത് 25 കോടി രൂപയാണ്. കേരളത്തിലെ പ്രളയക്കെടുതി സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചൊവ്വാഴ്ച വരെ ലഭ്യമായ തുക 2613.18 കോടി രൂപയാണ്. ചെലവായത് 688.48 കോടിയും. ഇതിനു പുറമെ വീടുകളുടെ നാശനഷ്ടത്തിന് CMDRFിൽ നിന്നും 1357.78 കോടി രൂപയും ചെലവായിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 987.73 കോടി രൂപയാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ 586.4 കോടി രൂപ ചെലവായിട്ടുണ്ട്. 706.74 കോടി രൂപ കൂടി ലഭ്യമായാലേ നാളിതുവരെയുള്ള ബാധ്യത തീർക്കാനാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിലെ നിരോധനാജ്ഞ നീട്ടണമെന്നുള്ള പോലീസ് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. സുരക്ഷ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം ചേരും. സന്നിധാനത്തെ നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കാനിരിക്കെയാണ് സുരക്ഷയ്ക്കായി പുതിയ ബാച്ച് പോലീസ് എത്തിയത്. IG ധീരേന്ദ്ര കശ്യപിന്റെ മേൽനോട്ടത്തിൽ 1550 പോലീസുകാരാണ് സന്നിധാനത്തും മരക്കൂട്ടത്തുമായി വിന്യസിപ്പിക്കുന്നത്. സന്നിധാനത്തെ ചുമതല SP-മാരായ കറുപ്പുസ്വാമി, KE ബൈജു എന്നിവരുടെ നേതൃത്വത്തിലും മരക്കൂട്ടത്ത് SP KE അജിക്കുമാണ് ചുമതല. ഇവരെ കൂടാതെ 15 DYSP-മാരും 35 സർക്കിൾ ഇൻസ്പെക്ടർമാരും 125 CI-മാരും 125 SI-മാരും ഉണ്ട്. 1375 പോലീസുകാർക്ക് പുറമെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF, കമാൻഡോസ് വിഭാഗങ്ങളും സുരക്ഷയ്ക്കായി ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നാളെ മണ്ഡല ഉത്സവം ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാവിലെ 9 നടക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കും. ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ സന്നിധാനം കേന്ദ്രീകരിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. രാത്രി 10:50 ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഓഖി ഫണ്ട് വകമാറ്റി എന്നത് വ്യാജ പ്രചരണമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ വാക്ക് പാലിച്ചു. ഓഖി ദുരിതാശ്വാസത്തിന് കേന്ദ്രം വാഗ്ദാനം നൽകിയ മുഴുവൻ തുകയും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവം പെരുമാറുന്നില്ല
എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അടിയന്തര സഹായമായി 416 കോടി രൂപയായിരുന്നു ശുപാർശ ചെയ്തത്. എന്നാൽ ആ തുക പൂർണ്ണമായി സംസ്ഥാനത്ത് ലഭിച്ചില്ല. സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കി സമർപ്പിച്ചു. അത് 7340 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജായിരുന്നു. പക്ഷെ അത് കണ്ട ഭാവം കേന്ദ്ര സർക്കാർ നടിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതിനേക്കാൾ വലിയ തുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചിലവാക്കുന്നത്. അപ്പോൾ തുക വകമാറ്റിയെന്ന് പ്രചരിപ്പിച്ചവർ, ആക്ഷേപിച്ചവർ കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നാവും. ശബരിമലയിലെ അന്നദാന വിതരണത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് നടപടികളെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. ഹൈക്കോടതി ഈ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പം നമുക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ശബരിമല, നിലയ്ക്കൽ, പമ്പ, എരുമേലി, പന്തളം, ചെങ്ങന്നൂർ ഈ കേന്ദ്രങ്ങളിൽ അന്നദാനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ നമ്മളിതിനെപ്പറ്റി അപേക്ഷകൾ കിട്ടിയിട്ടുള്ളപ്പോൾ അപേക്ഷകൾ നോക്കി നമ്മുടെ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്തിപ്പോൾ ഓരോ സംഘടനകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അതിൽ ജനുവിനം തോന്നിയിട്ടുള്ള, അതായത് ഇത്രയും ദിവസം അന്നദാനം പൂർണ്ണ സമയം കൊടുക്കാൻ കഴിയും എന്ന് കണ്ടിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് എഗ്രിമെൻ്റ് വെക്കുകയും ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വം അവർ തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നടത്താം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ചിത്തിര ആട്ടവിശേഷ സമയത്ത് സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനായി എത്തിയ തൃശൂർ സ്വദേശിനി ലളിതയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളി. കേസിൽ 13ാം പ്രതിയായ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെയും തള്ളിയിരുന്നു. തീർത്ഥാടകയെ ആക്രമിച്ച കേസിൽ വധശ്രമത്തോടനുബന്ധിച്ചുള്ള ഗൂഢാലോചനയാണ് ഉള്ളത് എന്നും പ്രഥമ ദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസിൽ ആദ്യം അറസ്റ്റിലായ മുഖ്യപ്രതി പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സൂരജിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിൽ ഖേദമില്ല എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. കേരള ഹൈക്കോടതിയിലേക്ക് ശുപാർശ ചെയ്ത പേരുകളിൽ ചിലത് തിരിച്ചയച്ചതിൽ അടുത്ത കൊളീജിയം യോഗം തീരുമാനമെടുക്കും. ശബരിമല വിധിയെക്കുറിച്ച് പ്രതികരിക്കാനാകില്ല. കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ ഇല്ലെന്നും കുര്യൻ ജോസഫ് പ്രതികരിച്ചു. ഹരീഷ് നൽകും വിശദാംശങ്ങൾ. ഹരീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കുര്യൻ ജോസഫ് പറഞ്ഞത്? ആനന്ദ്, ഇന്നലോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ചു. ഇന്നലെയായിരുന്നു അവസാന ദിവസം. ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാഘോഷം മാധ്യമങ്ങളോടൊപ്പം തന്നെ നടത്തുകയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് ചില നിർണായകമായ തീരുമാനങ്ങൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ അതേ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ചീഫ് ജസ്റ്റിനെതിരെ പത്രസമ്മേളനം, അതായത് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീജിയത്തിൽ ഇറങ്ങിയ എല്ലാവരും, ജസ്റ്റിസ് ജെ ചരമേശ്വർ, കുര്യൻ ജോസഫ്, രഞ്ജൻ അടക്കമുള്ളവർ ചേർന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതടക്കം ഉണ്ടായത് ഇതിനെ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. അന്ന് പത്രസമ്മേളനം നടത്താനുണ്ടായിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു കൊളീജിയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ വിതരണം. കേസ് ഓരോ കോടതിയിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ചീഫ് ജസ്റ്റിന്റെ ബെഞ്ചാണ് കേസ് വിതരണം ചെയ്യുക. പക്ഷെ ആ വിതരണം ചെയ്യുന്നതിൽ മുതിർന്ന അഡ്വക്കേറ്റുകൾക്ക് അല്ലെങ്കിൽ മുതിർന്ന ജസ്റ്റിസുമാർക്ക് നൽകാതെ ഈ സീനിയോറിറ്റി കുറവുള്ളവർക്ക് വേണ്ടി കേസ് വിതരണം ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട നിർണായകമായ കേസുകളെല്ലാം തന്നെ സീനിയോറിറ്റി കുറവുള്ള ജസ്റ്റിസുമാർക്ക് വിതരണം ചെയ്യുന്നതിനായിരുന്നു പത്രസമ്മേളനം നടത്തിയത്. ആ ഘട്ടത്തിൽ ആ സമൂഹത്തിൽ ഒരു നിയമത്തിൽ ഖേദമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അദ്ദേഹത്തോട് മറ്റൊരു പ്രധാനപ്പെട്ട ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട
അത് ചോദിച്ചു. പക്ഷെ അതിന് അദ്ദേഹം നിർണായകമായി തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമല വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ വിധിയാണ്, അതിൽ തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് പുറമെ തന്നെ ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയാണ് ആ കേസ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ശരിയായ അല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ അതിൽ തന്നെ സുപ്രീം കോടതി ഒരു നിയമം സ്ഥാപിക്കുമ്പോൾ അതിൽ എല്ലാ തലങ്ങളും നോക്കണം. അത് സാമൂഹികമായ ശരി ഹരീഷ് ദില്ലിയിൽ നിന്ന് ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ച വിവരങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകളാണ് ഹരീഷ് നൽകിയത്. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സ്പീക്കർ സംരക്ഷിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തടയില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു. നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യമായിരുന്നു ആദ്യ ദിനം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതെങ്കിൽ ശബരിമലയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവായിരുന്നു ഇന്നും ഇന്നലെയും പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ഇന്നലത്തേതിന് സമാനമായ സാഹചര്യമായിരുന്നു ഇന്നും നിയമസഭയിലുണ്ടായത്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം പരിഗണിക്കുക, ഇല്ലെങ്കിൽ ശൂന്യവേളയിൽ അത് പരിഗണിക്കാമെന്ന ഉറപ്പു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ അവർ മാറ്റിവെച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുക്കണം, ഇല്ല എങ്കിൽ റൂൾ 50 അനുസരിച്ച് ഞങ്ങൾക്ക് അവസരം നൽകണം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാണ്ട് സഭ അങ്ങ് ചേർന്നിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ മുൻകൂട്ടി അങ്ങ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സബ്മിഷനായി വിഷയം ഉന്നയിക്കാൻ അവസരം നൽകാമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇത് ചെവിക്കൊള്ളാതെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധം ശക്തിപ്പെടുത്തി. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തടയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചട്ടങ്ങൾക്ക് വിധേയമായിട്ടേ സാധിക്കൂ. ശബരിമല വിഷയം കേരള നിയമസഭ സമഗ്രമായി ചർച്ച ചെയ്തു എന്നാണ് സ്പീക്കറുടെ അഭിപ്രായം. അത് സ്പീക്കറുടെ സ്വബോധ്യമാണ്, സ്പീക്കറുടെ തീരുമാനമാണ്. ആ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രസക്തി വന്നിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന തലത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടന്നപ്പോൾ ചോദ്യോത്തരവേളയും സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും റദ്ദാക്കി സഭ വേഗത്തിൽ പിരിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച മറച്ചുവെക്കാൻ മോദി സർക്കാർ GDP വളർച്ചയിൽ കൃത്രിമം നടത്തിയത് വിവാദത്തിൽ. GDP കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയ നീതി ആയോഗിന്റെ പുതിയ നടപടിയാണ് സാമ്പത്തിക വിദഗ്ധരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും വിമർശനത്തിന് ഇടയാക്കിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മോദി സർക്കാരിന്റെ പുതിയ നടപടിയെന്ന വിമർശനവും പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി ഉയർത്തുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ GDPയിൽ വളർച്ച കാണിക്കാൻ രേഖകളിൽ മാറ്റം വരുത്താൻ നീതി ആയോഗ് ശ്രമം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2 വർഷം മുൻപ് നടപ്പിലാക്കിയ നോട്ട് നിരോധനം രാജ്യത്തിന് കനത്ത സാമ്പത്തിക ആഘാതമുണ്ടാക്കിയെന്ന മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിക്കഴിഞ്ഞത്. നോട്ട് നിരോധനത്തിന് മുൻപുള്ള 6 പാദങ്ങളിൽ 8% സാമ്പത്തിക വളർച്ചാ നിരക്ക്. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ കനത്ത ആഘാതം മൂലം തുടർച്ചയായ 7 പാദങ്ങളിൽ 6.8% ഇത് കുറയുകയും ചെയ്തു. ഇതിനിടയിലാണ് 7.3% GDP ഉയർന്നു വന്നത്. ഖനന മേഖലകളിലെ പുനഃപരിശോധനയിൽ വ്യത്യാസം കണ്ടെത്തിയതാണ് ഇതിന്മേൽ നീതി ആയോഗിന്റെ ന്യായീകരണവാദം. മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ നോട്ട് നിരോധനത്തിന് വിമർശിച്ചുള്ള വാക്കുകളും നീതി ആയോഗിന്റെ ന്യായീകരണവാദവും ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു. നാഷണൽ ഡെസ്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ആവർത്തിച്ചു. കർതാർപൂർ ഇടനാഴിക്ക് പച്ചക്കൊടിയെന്നത് ഉഭയകക്ഷി ചർച്ച നടക്കും എന്നതിന്റെ സൂചനയല്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യയുമായി സമാധാനമാണ് പാകിസ്ഥാൻ ജനത ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചു. സമാധാനത്തിനായി നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഞങ്ങൾ 2 ചുവട് വയ്ക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ നയങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചുവട് പോസിറ്റീവ് ആവണം. അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതുവരെ നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ ഒരു നയമുണ്ട്. തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ല. ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ വാക്കുകൾ.
പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന സാർക്ക് ഉച്ചകോടിക്ക് ഇന്ത്യ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 2016 പാകിസ്ഥാനിൽ നടത്താനിരുന്ന സാർക്ക് ഉച്ചകോടിയും ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു. കർദാർപൂർ ഇടനാഴി വികസിക്കുന്നതോടെ മേഖലയിൽ സമാധാനം പുലരുന്നത് ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം കാശ്മീർ വിഷയത്തിൽ സൈനിക നീക്കങ്ങൾ കൊണ്ട് പരിഹാരം കാണാനാകില്ലെന്നും സമാധാനത്തിനായി ഒരു ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ മാത്രം നിലനിൽക്കില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കി. 2019 നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ ചർച്ചകൾക്കായി കാത്തിരിക്കാം. പക്ഷേ അതിനുശേഷം ഇന്ത്യ തീർച്ചയായും പ്രതികരിക്കണമെന്നും ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ മണ്ണിൽ തീവ്രവാദം അംഗീകരിക്കില്ലെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രമുഖ സഹകാരിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കുമ്പങ്കല്ല് മുണ്ടയ്ക്കൽ MSM ലബ്ബ നിര്യാതനായി. 4 നൂറ്റാണ്ടോളം കാരിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി സ്ഥാപക അംഗവും പ്രസിഡന്റുമായിരുന്നു. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, മാച്ച് ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കേരളി TV കൊച്ചി ബ്യൂറോ ചീഫ് സാലിം മുഹമ്മദ് മകനാണ്. സംസ്കാരം ഇന്ന് 3:30 സ്രാമ്പിക്കൽ ജുമാ മസ്ജിദിൽ കഴിഞ്ഞു.